അങ്ങനെ നമ്മൾ ഓടി 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 ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ നമ്മളൊരു കരിമീൻ കൃഷിയാണ് ഈ ആഴ്ച പരിചയപ്പെടാൻ പോകുന്നത്. ആലപ്പുഴ ജില്ലയുടെ ഭംഗി കടലും കായലും മത്സ്യബന്ധനവും കയർപിരിക്കലും ജലയാത്രകളും ഒക്കെയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രധാന കൃഷി മീൻ വളർത്തൽ തന്നെയാണ്. അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്ന പഞ്ചായത്താണ് തൃക്കൊന്നുപുഴ. കായലിന്റെ മണമുള്ള കാറ്റേറ്റ് കിടക്കുന്ന ഗ്രാമം. അതുകൊണ്ട് തന്നെ കായൽ ജലത്തിനോട് ചേർന്ന് ചെറുതും വലുതുമായ നിരവധി കുളങ്ങളിൽ കരിമീനും കൊഞ്ചും ഞണ്ടുമടങ്ങുന്ന കായൽ മത്സ്യങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നു. അതിനൊപ്പം തന്നെ കരിമീൻ കുഞ്ഞുങ്ങളെ കർഷകർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ ലക്ഷക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രീഡിംഗ് യൂണിറ്റുകളാണ് ഇവിടങ്ങളിൽ സുസജ്ജമായുള്ളത്. നിലവിൽ പ്രധാനമായി ഞാൻ ചെയ്യുന്നത് കരിമീൻ്റെ വിത്തുൽപാദനമാണ്. 1 സെൻറ്റ് പോണ്ടിൽ നമുക്ക് വാളയാണെങ്കിൽ ഏകദേശം 300 വാള വരെ വളർത്താൻ പറ്റും. അതുപോലെ വരാലാണെങ്കിൽ 500 വരാൽ വരെ 1 സെൻറ്റിൽ വളർത്തുന്ന കർഷകരുണ്ട്. പക്ഷെ കരിമീൻ്റെ പ്രത്യേകത 1 സെൻറ്റിൽ പരമാവധി 150 കരിമീനാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കരിമീൻ വിത്ത് ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് പോലും സപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും 100 കിലോ മത്സ്യം കിടക്കുന്ന ഒരു പോണ്ടിൽ നമുക്ക് പരമാവധി ഒരു ദിവസം കൊടുക്കേണ്ട തീറ്റ 3 മുതൽ 4 കിലോ തീറ്റയായിരിക്കും. മറ്റ് മത്സ്യങ്ങൾക്ക് അത് 4 കിലോഗ്രാം മുതൽ 6 കിലോഗ്രാം 8 കിലോഗ്രാം വരെ തീറ്റ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അത് മാത്രമല്ല ഇതിന് മറ്റൊരു പ്രത്യേകത കൊണ്ട് ഇതിന് കമ്പനിയുടെ തീറ്റ തന്നെ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കൈത്തീറ്റകൾ എന്ത് തീറ്റയും ഇത് കഴിക്കും. കുഞ്ഞുങ്ങളെ ക്യാച്ച് ചെയ്താൽ തൊട്ടടുത്ത 28ാമത്തെ ദിവസത്തിനുള്ളിൽ ഇത് മുട്ടയ്ക്ക് തയ്യാറാവും. ഒരു വർഷത്തിൽ കുറഞ്ഞത് 11 മുതൽ 12 തവണ വരെ ഇത് മുട്ട വെക്കാൻ തയ്യാറാണ്.